എന്താണ് മ്യൂച്വൽ ഫണ്ട്? മ്യൂച്വൽ ഫണ്ടിൽ ചേർന്ന് കഴിഞ്ഞാലുള്ള ഗുണം എന്താണ്? മ്യൂച്വൽ ഫണ്ടിലുള്ള അതിൻ്റെ നിക്ഷേപം നടത്തുന്നത് നമ്മുടെ ഇന്ത്യൻ ഓഹരി വിപണിയിലാണ്. ഇന്ത്യൻ ഓഹരി വിപണിയിൽ നമ്മൾക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് നേരിട്ട് സ്റ്റോക്കുകൾ വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യാം. എന്നാൽ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് സ്റ്റോക്കുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് നമ്മൾ നേരിട്ടല്ല. നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഉള്ള പണം അടക്കുകയും എല്ലാ മാസവും മ്യൂച്വൽ ഫണ്ട് അത് ഓട്ടോമാറ്റിക്കലി അവിടെ നിന്ന് കട്ട് ചെയ്ത് പോവുകയുമാണ് ചെയ്യുന്നത്. ഏറ്റവും മിനിമം 500 രൂപ ഒരു മാസം നമ്മൾക്ക് മ്യൂച്വൽ ഫണ്ടിലേക്കായിട്ട് തുടങ്ങാനായി ഉപയോഗിക്കാം. അത് 1000, 1500, 2000, 5000 അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള കപ്പാസിറ്റി, നമ്മുടെ വരുമാനം അനുസരിച്ചിട്ട് കൂട്ടിക്കൊണ്ട് എത്ര വേണമെങ്കിലും പോകാം. മിനിമം സാധാരണ ആളുകൾക്ക് ഒരു 500 രൂപയുടെ മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇനി മ്യൂച്വൽ ഫണ്ട് ചേർന്നത് കൊണ്ട്, സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് എന്താണ് നമ്മളുടെ ഗുണം? മ്യൂച്വൽ ഫണ്ട് എപ്പോഴും ലോങ് ടേമിലേക്ക്, അതായത് ദീർഘനാളത്തേക്ക് നമ്മൾ നിക്ഷേപിക്കുമ്പോഴാണ് അതിൻ്റെ റിസൾട്ട് നമ്മൾക്ക് കിട്ടുന്നത്. 5 വർഷം, 10 വർഷം, 15 വർഷം, 30 വർഷമൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഇടുന്ന തുക നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ ഒരുപാട് മുകളിൽ റിട്ടേൺ ആയിട്ട് തരുന്നതാണ് നമ്മുടെ ഇന്ത്യൻ ഓഹരി വിപണിയിൽ മ്യൂച്വൽ ഫണ്ട് ഇതുവരെ തെളിയിച്ചിട്ടുള്ളത്. പല കമ്പനികളും, വിരലിലെണ്ണാവുന്ന മ്യൂച്വൽ ഫണ്ട് കമ്പനികൾക്ക് മോശമായിട്ടുള്ള റിസൾട്ടുകളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മെജോറിറ്റി നമ്മൾക്ക് നല്ല റിട്ടേൺ, നല്ല കോമ്പൗണ്ടിങ് ഒക്കെ കിട്ടിയിട്ടുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഇനി എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് വർക്ക് ചെയ്യുന്നത് എന്ന് നമ്മൾക്കൊന്ന് പരിശോധിച്ച് പോകാം. 500 രൂപ നമ്മൾ ഇതിലിടുമ്പോൾ നമ്മൾ മാത്രമല്ല മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇടുന്നത്. മ്യൂച്വൽ ഫണ്ടിന് ഒരു മാനേജറുണ്ട്. ആ മാനേജറാണ് നമ്മൾക്ക് വേണ്ടി സ്റ്റോക്കുകൾ വാങ്ങിക്കുന്നത്. അപ്പോൾ നമ്മൾ 500 രൂപ ഇട്ടു. അങ്ങനെ ഇന്ത്യയിൽ ഉള്ള കുറേ ആളുകൾ, അറിയാവുന്ന ആളുകളിൽ പല ഭാഗത്ത് നിന്നിട്ടും 500, 1000 അങ്ങനെയൊക്കെ ഇട്ട് ഒരു മാസം ഈ നമ്മൾ നിക്ഷേപിക്കുന്ന മ്യൂച്വൽ ഫണ്ട് കമ്പനിയിലേക്ക് എത്തുന്നത് ചിലപ്പോൾ ഒരു 10,000 കോടി അല്ലെങ്കിൽ 20,000 കോടി, അത്രയും വലിയ എമൗണ്ടുകളായിരിക്കും. നമ്മളുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് പോലെ പല തുള്ളികൾ പെരുവെള്ളമാകുന്ന ഒരു വലിയ എമൗണ്ട് ആയിരിക്കും മ്യൂച്വൽ ഫണ്ട് കമ്പനിയിലേക്ക് എത്തുന്നത്. അപ്പോൾ അവർ ഈ പണത്തിന് ഇത് എവിടെ നിക്ഷേപിക്കണം എന്നുള്ളതിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു റിസർച്ച് ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് SBIയിലാണ് അവർ കുറച്ച് സ്റ്റോക്കുകൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ SBIയെ പറ്റിയിട്ട് ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനി, അവരുടെ റിസർച്ച് ടീം വിശദമായ ഒരു പഠനം നടത്തും. അപ്പോൾ ആ പഠനം, അങ്ങനെ അവർ നടത്തുന്ന റിസർച്ചിൻ്റെ ആ ഒരു ഗുണം 500 രൂപ, അതായത് 20,000 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ആൾ നടത്തുന്ന റിസർച്ചിൻ്റെ ഉപയോഗം, അതിൻ്റെ യഥാർത്ഥ ഗുണം 500 രൂപ മാത്രം ഇടുന്ന നമ്മൾക്കും ലഭിക്കുന്നു എന്നുള്ളതാണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഏറ്റവും ഒരു വലിയ ഭാഗ്യം എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് ചെറിയ നിക്ഷേപകർക്ക് പറയാൻ സാധിക്കും. മ്യൂച്വൽ ഫണ്ട് തുടങ്ങാൻ, നമ്മൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങാൻ, ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ 9846064795 എന്ന എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ നിസാബുദ്ദീൻ, ഓതറൈസ്ഡ് പേഴ്സൺ, അക്യുമെൻ ക്യാപിറ്റൽ മാർക്കറ്റ് ഇന്ത്യ ലിമിറ്റഡ്. നമ്മുടെ ചാനൽ ഇതുവരെ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് എത്തിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം.